നമസ്കാരം. നാളെയാണ് ഇന്ത്യയും ന്യൂസിലൻഡുമായിട്ടുള്ള ഫൈനൽ. 2025 ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ നാളെ 2:30 നടക്കും. നമുക്കറിയാം, കളിച്ച 4 കളിയും ഏകപക്ഷീയമായി വിജയിച്ചുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഫൈനലിലേക്ക് വന്നത്. ന്യൂസിലൻഡ് ആകട്ടെ ഇന്ത്യയോട് മാത്രം അടിയറവ് പറഞ്ഞുകൊണ്ട് ദക്ഷിണാഫ്രിക്കയെ പോലുള്ള കിടിലം ടീമിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയോട് വീണ്ടും ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ദുബൈയിൽ വെച്ചാണ് മാച്ച് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ മുമ്പ് ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ മത്സരിച്ചപ്പോൾ അന്ന് വിജയം സത്യം പറഞ്ഞാൽ ന്യൂസിലൻഡിൻ്റെയായിരുന്നു. ഈ പ്രാവശ്യം ആര് ജയിക്കും? ഇന്ത്യ ജയിക്കുമോ ന്യൂസിലൻഡ് ജയിക്കുമോ? അതുമല്ല, പിച്ച് റിപ്പോർട്ട് എന്താണ്? ഏത് പിച്ചിലാണ് ഇത് കളിക്കുന്നത്? ഇനി അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിസർവ് ഡേ ഉണ്ടോ? ആരെയൊക്കെ നമ്മൾ ഭയക്കേണ്ടതായിട്ടിരിക്കുന്നു? ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ്? ഇതിനൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്ടേ. നമുക്ക് എന്തായാലും നാളെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നാളെ ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യ ജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, എല്ലാ മേഖലകളിലും ഇന്ത്യ തന്നെ ആയിരിക്കും. പിന്നെ ഇന്ത്യ തന്നെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ന്യൂസിലൻഡിനെക്കാട്ടി മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഭാഗ്യത്തിന്റെ അകമ്പടി കൂടി ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ വേണം. അതും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. നാളെ കളി ജയിച്ചിട്ട് നമ്മളൊരു ആഡംബരമായ കൊട്ടക്കായ അടിച്ചുകൊണ്ട് നമ്മൾ വരും. അതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ പിച്ച് എവിടെയാണ് പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിച്ച് നമ്മുടെ പാകിസ്ഥാനുമായിട്ട് കളിച്ച പിച്ചുണ്ട്. ആ സെയിം പിച്ചാണ് നാളത്തെ ഫൈനലിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് പാകിസ്ഥാനുമായിട്ട് കളിച്ച പിച്ചിൽ എനിക്ക് തോന്നുന്നു 242 റൺസ് എന്തോ ആണ് ഈ പറയുന്ന പാകിസ്ഥാൻ അടിച്ചത്, അല്ലേ? അവിടെ സ്പിന്നേഴ്സ് എനിക്ക് തോന്നുന്നു 5 വിക്കറ്റ് എന്തോ സ്പിന്നേഴ്സ് തള്ളിയിട്ടിട്ടുണ്ട്. ഇന്ത്യ ഏകപക്ഷീയമായിട്ട് വിജയിച്ചു. അന്നാണ് വിരാട് കോഹ്ലി സെഞ്ചുറി, അതായത് ഈ സെയിം പിച്ചിലാണ് വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചത്. അതായത് ഒരു പിച്ചിന്റെ കേസ് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു പിച്ച് ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ആ പിച്ചിനെ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അങ്ങനെ ആ ഒരു സിസ്റ്റത്തിനനുസരിച്ചാണ് 2 ആഴ്ച മുമ്പാണ് എന്ത് ചെയ്തത്, ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഫസ്റ്റ് കളിയായിരുന്നല്ലോ, ആ പിച്ചാണ് ഈ പറയുന്ന ന്യൂസിലൻഡുമായിട്ടുള്ള ഫൈനലിൽ പിന്നീട് എന്ത് ചെയ്യും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഫൈനലൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ പിച്ചാണെങ്കിൽ നമുക്കറിയാം, അവിടെ സ്പിന്നിന് നല്ല രീതിയിൽ തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. മനസ്സിലായത്? നമുക്ക് കഴിഞ്ഞ എനിക്കൊന്ന് വരുൺ ചക്രവർത്തി അതിൽ കളിച്ചില്ല. നമ്മുടെ നവദീപ് യാദവ് അവിടെ അന്ന് വിക്കറ്റ് എനിക്കൊന്ന് 3-2 വിക്കറ്റ് തള്ളിയിട്ടുണ്ട്. ബാക്കി സ്പിന്നേഴ്സ് ജഡേജ ഉൾപ്പെടെ ഓരോ വിക്കറ്റ് വീതം തള്ളിയിട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു മുൻകൈയുണ്ട്. അതുപോലെ വരുൺ ചക്രവർത്തി വന്നതിന് ശേഷം വരുൺ ചക്രവർത്തി സെക്കൻഡ് ബൗളിംഗ് ആണ് ഇന്ത്യക്കുള്ളെങ്കിൽ ഇന്ത്യക്ക് വിജയ സാധ്യത കുറച്ചുകൂടി കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ ന്യൂസിലൻഡിനും നല്ലൊരു സ്പിൻ അറ്റാക്ക് ഉണ്ട്. എനിക്ക് ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഈ പറയുന്ന സാറ്റ്നറെയാണ്. സാറ്റ്നർ വിക്കറ്റ് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. നമ്മൾ ടെസ്റ്റിലൊക്കെ കണ്ടു, സാറ്റ്നറിന്റെ ഫ്രണ്ടിൽ ഒരുപാട് മുട്ടടിക്കുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാരെ കണ്ടു എന്നുള്ളതാണ്. ഇനി ഇന്ത്യയുടെ വീക്ക്നെസ്സും അതിന്റെ പിന്നീട് ഈ പറയുന്ന സ്ട്രെങ്തും പറയുന്നതിന് മുമ്പ് ഇനി ഒരു മഴ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടി നോക്കും. ഇനി മഴ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർവ് ഡേ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 9-ാം തീയതിയാണ് കളി. മഴ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം റിസർവ് ഡേയിലേക്ക് അത് മാറ്റിവെക്കും. അതുമല്ല, ഈ മത്സരത്തിന് സൂപ്പർ ഓവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 9-ാം തീയതി മത്സരത്തിന് ആ മത്സരം കഴിയുമ്പോൾ ഒരു റിസൾട്ടും വന്നില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ ഓവർ ഉണ്ട്. സൂപ്പർ ഓവർ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. ആര് ജയിക്കുന്നത് വരെ സൂപ്പർ ഓവർ എറിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുമല്ല, ഇനിയിപ്പോൾ മഴ പെയ്തുവെങ്കിൽ അടുത്ത ദിവസം 10-ാം തീയതിയിലേക്ക് ഈ ഒരു റിസർവ് ഡേ ഉണ്ട്. ആ 10-ാം ദിവസത്തിലേക്ക് കളി മാറ്റിവെക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. അതായത് ഈ പറയുന്ന 9-ാം തീയതി ഇപ്പം 10 ഓവർ എറിഞ്ഞു, മഴയാണെങ്കിൽ മഴ നിയമം അനുസരിച്ച് നമുക്കതിനൊരു റിസൾട്ട് വേണമെങ്കിൽ മിനിമം ഒരു 25 ഓവറെങ്കിലും എറിയണം. 25 ഓവർ എറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു 10 ഓവർ എറിഞ്ഞപ്പോൾ മഴ വന്നു എന്ന് കരുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അതായത് ഈ 10 ഓവറിന്റെ ബാക്കി അധികം കളിക്കുന്നത് 1-നല്ല തുടങ്ങുന്നത് എന്നുള്ളതും പുറത്തു വന്നിട്ടുണ്ട്. ഇനി ടോസ് പിന്നീട് ഇടുന്നതിന് മുമ്പാണ് മഴ പെയ്തത്, കളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പുതിയൊരു കളിയായിട്ട് തന്നെ തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ എത്ര ഓവർ എറിഞ്ഞു അതിന്റെ ബാക്കിയായി ചിലപ്പോൾ ലാസ്റ്റ് ഒരു ഓവർ ഇരിക്കുമ്പോഴായിരിക്കും മഴ വന്നത്, കളിക്കാൻ പറ്റിയില്ലെന്ന് വെച്ച് കഴിഞ്ഞു പിറ്റേ ദിവസം കളിക്കുന്നത് ആ ലാസ്റ്റ് ഒരു ഓവർ മാത്രമേ കളിക്കത്തുള്ളൂ എന്നുള്ള റിപ്പോർട്ട്. മനസ്സിലായി? ഇനി റിസർവ് ഡേയിൽ അന്നും ഈ പറയുന്ന മഴ പെയ്താൽ എന്ത് സംഭവിക്കും? റിസർവ് ഡേയിൽ അന്നും മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ 2 പേരെയും എന്ത് ചെയ്യും, വിജയികളായിട്ട് പ്രഖ്യാപിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പം 2 പേരും വിജയികളായിട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഇനി ഈ പിച്ചിൽ നമുക്ക് മാന്യമായിട്ടുള്ള സ്കോർ ഈ പിച്ചിൽ ഒരു 200-270 മേളിലോട്ട് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിടിലമായിട്ട് ജയിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ടോസ് കിട്ടിയാൽ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതും ഇതിൽ നിർണായകമാണ്. 270 ഒരു ഹൈ സ്കോർ മാച്ചായിട്ട് പിന്നെ നോക്കണ്ട എന്നാണ് പറയുന്നത്. ആ പിച്ചിൽ അത്ര 200-275 റൺസൊക്കെ തന്നെ അടിക്കാൻ വളരെ ബുദ്ധിമുട്ട്. അതുമല്ല, നമ്മൾ വിചാരിക്കും പോലെ അത്ര പെട്ടെന്ന് അടിക്കാൻ പറ്റുന്ന ഒരു പിച്ചുമല്ല. നമുക്കറിയാം, പാകിസ്ഥാനുമായിട്ടുള്ള കളി തന്നെ ആയിരിക്കട്ടെ, അന്ന് ഈ നമ്മുടെ വിരാട് കോഹ്ലി സെഞ്ചുറിയുടെ പുറത്ത് മാത്രമാണ് അവൻ്റെ അത്രയും ടെക്നിക്കൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ
ഒരുവിധം എന്നാലും ഇടയ്ക്ക് വെച്ച് നമ്മൾ ആ സെഞ്ചുറി ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ പെട്ടുപോയത്. അതുകൊണ്ട് തന്നെ അതും അന്ന് അമ്മ എനിക്കൊന്ന് 241 റൺസ് എന്തോ അമ്മ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ റൺസിനെ പിന്നെ മറികടക്കാൻ വേണ്ടി ഇന്ത്യ കുറച്ച് പാടുപെട്ടു. പിന്നെ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ പ്രശ്നമില്ലാതെ ഏകപക്ഷീയമായി തന്നെയാണ് ജയിച്ചു. പക്ഷേ വിരാട് കോഹ്ലി അത് നേരത്തെ ഔട്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോയേനെ എന്നുള്ളതാണ്. അപ്പോൾ ടോസ് കിട്ടി, ആദ്യം എന്ത് ചെയ്യുക, ബാറ്റിംഗ് തിരഞ്ഞെടുക്കുക. ഒരു 270 മേളിലോട്ടുള്ള റൺസ് അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ സൂപ്പറായിട്ട് ജയിക്കും. അതുമല്ല വരുൺ ചക്രവർത്തി എനിക്ക് ന്യൂസിലൻഡിനെതിരായിട്ടില്ല 5 വിക്കറ്റ് തള്ളിയിട്ടത്. അവിടെ വരുൺ ചക്രവർത്തിയിൽ ഒരു പേടി അവർക്ക് ഉണ്ടാവും. ഇനി ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മിഡിൽ ഓർഡർ ആയിക്കോട്ടെ, അതിപ്പം ശുഭം ഗിൽ ആയിക്കോട്ടെ, വിരാട് കോഹ്ലി ആയിക്കോട്ടെ, KL രാഹുൽ ആയിക്കോട്ടെ, പിന്നീട് നമ്മുടെ ശ്രേയസ് അയ്യർ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ ഹാർദിക് പാണ്ഡ്യ, ഇവരെല്ലാം കിഡിലം ഫോമിലാണ് കളിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അല്ലേ. ഇവരെല്ലാം കിഡിലമായിട്ട് അത്യാവശ്യ കാര്യങ്ങളിലെല്ലാം കളിക്കുന്നുണ്ട്. നമുക്കൊരു ഒരു ചെറിയൊരു ടെൻഷൻ വെച്ചാൽ ഈ ടൂർണമെന്റിൽ പിന്നീട് നമ്മുടെ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മയിൽ നിന്ന് ഒരു 50 പോലും വന്നില്ല എന്നൊരു ടെൻഷനുണ്ട്. പക്ഷേ എനിക്കത് വലിയൊരു ടെൻഷനായിട്ട് തന്നെ. അവരൊരു 30 റൺസ് അടിച്ചാലും ഒരു 50യുടെ ഫലം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ 30 റൺസ് അടിച്ചാൽ 30 റൺസ് അടിക്കുമ്പോൾ അപ്പോൾ തന്നെ ഈ പറയുന്ന ബൗളേഴ്സിന്റെ എല്ലാം മാനസിക സ്ഥിതി അവരൊക്കെ തളർന്നു പോകും. മനസ്സിലായോ? മാനസികമായിട്ട് അവർ തളർന്ന രീതിയിൽ അവൻ അടിക്കും. അതുകൊണ്ട് ഒരു 30 റൺസെങ്കിലും ഈ പറയുന്ന നമ്മുടെ രോഹിത് ശർമ്മയുടെ കയ്യിൽ നിന്ന് അതൊരു ചെറിയ ടെൻഷനാണ്. ഒരു 50 പോലും അടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഷമി വിക്കറ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ഷമിയുടെ കൂടെ ബൗൾ ചെയ്യാൻ ബുംറയെ പോലുള്ള ഒരാളില്ല എന്നുള്ളത് ഒരു ചെറിയ ഒരു ന്യൂനതയായിട്ട് അല്ലെങ്കിൽ ചെറിയ ഒരു പോരായ്മയായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ ഇവിടെ എന്താണ്, പിന്നെ സ്പിന്നറിനെ തുണയ്ക്കുന്ന പിച്ചായതുകൊണ്ട് മറ്റാര് വരുന്നതിനേക്കാളും നല്ലത് ഈ പറയുന്ന ആരാണ്, നമ്മുടെ വരുൺ ചക്രവർത്തി വരുന്നത് തന്നെ ആയിരിക്കും നല്ലത് എന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വീക്ക്, ബാക്കി എല്ലാവരും കിടിലം ഫോമിൽ തന്നെയാണ് എന്നുള്ള. അതായത് ഇന്ത്യയുടെ ഒരു പോരായ്മ നോക്കിക്കഴിഞ്ഞാൽ വലിയ പോരായ്മയൊന്നുമില്ല. ഇപ്പം ന്യൂസിലൻഡുമായി തട്ടിക്കഴിച്ച് നോക്കുമ്പോൾ ഫീൽഡിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഇന്ത്യ എന്തായാലും അവർക്ക് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും നമുക്ക് ആരെങ്കിലും ന്യൂസിലൻഡ് കേസിൽ നമുക്ക് ആരെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ആദ്യം ഈ കെവിൻ വില്യംസൺ എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ നമുക്ക് ഭയങ്കര ഡേഞ്ചർ. അവൻ നിന്ന് സെഞ്ചുറിയും കൊണ്ടുപോകും. അവൻ ഒരു കഴിഞ്ഞ കളിയും നമുക്ക് ഓർമ്മയുണ്ട്. ന്യൂസിലൻഡുമായിട്ടുള്ള കളിയിൽ കെവിൻ വില്യംസൺ ആയിരുന്നു അവിടെ ഒരു നെടുന്തൂണ എന്നതിൽ. അവൻ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടിക്കേണ്ട സമയത്തൊക്കെ അടിക്കും. അതുകൊണ്ട് തന്നെ കെവിൻ വില്യംസൺ ഒരു 10-20 റൺസ് അടിക്കുന്നതിന് മുമ്പ് കെവിൻ വില്യംസൺ ഔട്ടാക്കുക എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും. അവൻ നിന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിൽ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്ര, തുടക്കം തന്നെ രച്ചിൻ രവീന്ദ്രയും അറിയാമല്ലോ, കഴിഞ്ഞ ഇതിൽ അവൻ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ രച്ചിൻ രവീന്ദ്രയും കെവിൻ വില്യംസും രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. രണ്ടുപേരാണ് അവരുടെ നെടുന്തൂണ്. അവർ രണ്ടുപേരും ഫോമിലാണ്. അവരുടെ ബാറ്റ്സ്മാൻമാർ ഫോമിലാണ് എന്നുള്ളത് അതിൽ എടുത്തു പറയാനുള്ളത് ഞാൻ പറയുന്നു കെവിൻ വില്യംസനും അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്രയും. ഈ രണ്ടുപേരെയും പെട്ടെന്ന് ഒരു 10-20-30 റൺസിന് അടിക്കുന്നതിനകത്ത് ഇവരെ രണ്ടുപേരെയും പുറത്താക്കാൻ ഇന്ത്യക്ക് സാധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളതാണ്. അതുമല്ല അവരുടെ ശ്രദ്ധ നോക്കി അവരുടെ സ്പിന്നർമാരും ഇന്ത്യയെ പോലെ തന്നെ വളരെ മികച്ച സ്പിന്നർമാരാണ്. അത് എടുത്തു പറയേണ്ട സാറ്റ്നറെ ഇന്ത്യക്ക് നേരിടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ടെസ്റ്റിൽ ഉൾപ്പെടെ. അപ്പം ആ സാറ്റ്നറെ ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സൂപ്പറായിട്ട് ജയിക്കും എന്നുള്ളതാണ്. അപ്പം ഇവിടെ വിജയ ശതമാനം നോക്കിയാൽ ഒരു 70% ഇന്ത്യക്ക് ചാൻസും 30% ന്യൂസിലൻഡിന്റെ ചാൻസുമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇന്ത്യക്ക് സെക്കൻഡ് ബൗളിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ, ഇന്ത്യക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ വിജയ സാധ്യത 70 എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 90 ആയിട്ട് പറയും. കാരണം എങ്ങനെ പോലും ഇന്ത്യ ഒരു 200-270 റൺസിന് മേലെ 270 റൺസിന് മേലെ അടിച്ചു കഴിഞ്ഞാൽ ന്യൂസിലൻഡിന് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ടേണിംഗ് പിച്ച് ആയതുകൊണ്ട് നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള കളിയിൽ തന്നെ നല്ല ടേണുള്ള പിച്ചായിരുന്നു. അവിടെ ഈ പറയുന്ന നമ്മുടെ വരുൺ ചക്രവർത്തി ഇല്ലാഞ്ഞിട്ട് പോലും ഈ പാകിസ്ഥാൻ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വരുൺ ചക്രവർത്തിയും കൂടി വരുമ്പോൾ ഇന്ത്യയുടെ പിന്നീട് ബൗളിംഗ് നിര അല്ലെങ്കിൽ ഈ പറയുന്ന സ്പിൻ ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമായി വരുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെ കൂട്ടിക്കഴിച്ച് നോക്കിയാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 70-30% വിന്നിംഗ് പെർസെൻറ്റേജ് ഇന്ത്യക്കാണ്. ഇന്ത്യ ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. നിങ്ങൾ എന്നിട്ട് പറയൂ ആരെയാണ് നമ്മൾ പേടിക്കാനുള്ളത്. അതും കൂടി നിങ്ങൾ പിന്നീട് കമന്റായി രേഖപ്പെടുത്തും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.